This video is for informational and educational purpose only. We do not guarantee any income. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആരും മിസ്സാക്കി കളയരുത്. ഫ്രീ ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഓഫറാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട പ്ലേ സ്റ്റോറിലെ ഒരു ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതായത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് വേറെ കൊടുത്തിട്ടുണ്ടാവും. ഒരു 1000+ ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ആ ഒരു വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമൻസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് പേരാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ തരാൻ പോകുന്ന ഈ ഒരു ഓഫറിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് ഒരു ക്യാഷ് ബാക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും നമുക്ക് വേറെ ക്യാഷ് ബാക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ നേരത്തെ ചെയ്ത ഓഫറല്ല, ഇതൊരു പുതിയ ഓഫറാണ്. പണ്ട് തൊട്ടുള്ള ഒരു ഓഫറായിരുന്നു, പക്ഷേ ഇടയ്ക്ക് മാത്രമേ ഈ ഒരു ഓഫർ വർക്ക് ചെയ്യാനുള്ളൂ. അതായത് ചില സമയത്ത് ഇവർ ഇത് ഓവർ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആക്കുന്നത്, UPI ആപ്ലിക്കേഷനിലേക്കായിരിക്കില്ല. ഓക്കെ, ഓഫറിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ പോയി കാണാം. ആ ഒരു വീഡിയോയുടെ ലിങ്കിൻ്റെ കൂടെ തന്നെ, ആ ഒരു ഓഫറിൻ്റെ ലിങ്കിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ഓഫറിൻ്റെ ലിങ്കും കൊടുക്കുന്നതായിരിക്കും. ഓഫർ 4 എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫർ 4ൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് UPID അല്ല, ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ആദ്യം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100% ട്രസ്റ്റഡ് ആൻഡ് സേഫ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആണ്. ഗൂഗിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മുടെ പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈനപ്പ് ചെയ്യാനായിട്ട്, അതായത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് ഇമെയിൽ ID വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം വെച്ച് രജിസ്റ്റർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ വീണ്ടും നിങ്ങളോട് ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID വെച്ചാൽ രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ വീണ്ടും നമ്മളോട് മൊബൈൽ നമ്പർ ചോദിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സൈൻ അപ്പ് വിത്ത് മൊബൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓപ്ഷൻ വരും. മൊബൈൽ നമ്പറിലേക്ക് OTP വന്നു. OTP കൊടുത്തതിന് ശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അടുത്തൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മെയിൽ IDയിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട്, ഒരു കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ആക്കി കളയരുത് കേട്ടോ. നേരത്തെ നമ്മൾ Paytm നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണം. അപ്പോൾ ഞാൻ മെയിലൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കോഡ്, നേരത്തെ നമുക്ക് കിട്ടിയ കോഡ് ജസ്റ്റ് എന്ത് ചെയ്തു, ഒന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നേരത്തെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു OTP വരും. ആ കോഡാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫസ്റ്റ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ താഴെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെയിമൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള നെയിം കൊടുക്കാം, ഫേക്ക് ആയിട്ടുള്ള നെയിം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബേസിക് ആയിട്ടുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഫില്ലാക്കാനുള്ള. അപ്പോൾ ബേസിക്കായുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഫില്ലാക്കാനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 25 വയസ്സിന് മുകളിലേക്കുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഒരു 2000-ന് മുകളിലേക്കുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. 1999 1995 അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിൻകോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിൻകോഡ് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക്, ജനറേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ടെലിഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ പിൻകോഡ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ആ പിൻകോഡ് വേണം നിങ്ങളിവിടെ കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ പിൻകോഡ് കൊടുത്താൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനുശേഷം പിൻകോഡ് കൊടുക്കുമ്പോഴത്തേന് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിൻകോഡിലുള്ള സ്റ്റേറ്റ് ഇത് കണ്ടോ, വെസ്റ്റ് ബംഗാൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിൻകോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് വേറെ ലിങ്ക് ടെലിഗ്രാമിൽ തന്നെ ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് പിൻകോഡ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ സ്റ്റേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കുക, ഗ്രാജുവേഷനോ അണ്ടർ ഗ്രാജുവേഷനോ ഏതെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വീട്ടിൽ ഫാനുണ്ടോ TV ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓപ്ഷൻ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇതേപോലെ താഴെ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഏകദേശം 6000 കോയിൻസ് സംതിങ് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാനാണ്, ടിക്ക് മാർക്കല്ല ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും തന്നെ നമുക്ക് ഏകദേശം ഒരു 5000 കോയിൻസ് സംതിങ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ഇതിൽ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 5000 കോയിൻസും കൂടെ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനേബിൾ മീഡിയ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എനേബിൾ മീഡിയ റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഇവിടെയും ക്ലിക്ക് ചെയ്ത് ആ ആപ്ലിക്കേഷനകത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. പറ്റുവാണെങ്കിൽ ഇതിൻ്റെ അതൊരു സർവേ കംപ്ലീറ്റ് ചെയ്യുക. സർവേ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പറ്റുവാണെങ്കിൽ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുക. സർവേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ഇത് കൂടാതെ നമുക്ക് വേറെ ഗിഫ്റ്റ് കാർഡൊക്കെ കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ടെലിഗ്രാമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സർവേയുടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സർവേയുടെ ഓപ്ഷൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഏതെങ്കിലും ഓപ്ഷൻ ഒന്ന് ടിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നെക്സ്റ്റ് ബട്ടൺ അടിച്ച് ഇങ്ങനെ നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, ഡെയിലി ഓപ്പൺ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. 7 ഡേ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ക്യാഷ് ബാക്ക് റിസീവ് ആവുന്നത്. ഈ ഒരു ഓഫർ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 24 മണിക്കൂറിനുള്ളിൽ ആദ്യം ഒരു 1 hours റിസീവ് ആവും. അതിനുശേഷം 7 ഡേ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അപ് ടു 100 rupees ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 7 ഡേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. പിന്നെ പെർമിഷൻ ഏതെങ്കിലും ഡിസേബിൾ ആണെങ്കിൽ അത് എനേബിൾ ആക്കി തന്നെ വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ആ ഒരു ബട്ടൺ എപ്പോഴും ഓണായി തന്നെ കിടക്കണം. ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഓണാക്കി തന്നെ വെക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് ടെലിഗ്രാമിൽ പറയുന്നതായിരിക്കും. എല്ലാവരും ചെയ്തോടെ, ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. കേരള സ്റ്റേറ്റ് കൊടുത്ത് ചെയ്താൽ ക്യാഷ് ബാക്ക് കിട്ടത്തില്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞേക്കാം. വേറെ സ്റ്റേറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിൻകോഡും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനുള്ള വേറൊരു വെബ്സൈറ്റ് ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓഫറിൻ്റെ കൂടെ തന്നെ പിൻകോഡ് ജനറേറ്റഡ് ലിങ്ക് എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് പിൻകോഡ് ജനറേറ്റ് ചെയ്യണം. അല്ലാതെ ചുമ്മാ ചാടി കയറി നിങ്ങൾ കേരള കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. കേരള സ്റ്റേറ്റേ സെലക്ട് ചെയ്യാൻ പാടില്ല. കേരളത്തിൽ ഈ ഓഫർ ഇല്ല. ആക്ച്വലി നമ്മൾ വേറെ സ്റ്റേറ്റിൽ ഇത് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെയൊക്കെ കേരളത്തിലുണ്ടായിരുന്നു, അത് ഇനി പിന്നെ കേരളത്തിൽ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്ത് യൂസേഴ്സൊക്കെ കുറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത് ചെയ്താൽ കേരളത്തിൽ ക്യാഷ് ബാക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ 1000 രൂപയുടെ ആ ഒരു വീഡിയോ പോയി കാണാം. അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഓഫറിൻ്റെ ലിങ്ക് ഓഫർ 4 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ. 1000 രൂപയുടെ വീഡിയോയുടെ ലിങ്ക് കിട്ടാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് 1000 രൂപയുടെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ.